ഞാൻ ഡോക്ടർ നിഷി റോഷിനി, സീനിയർ കൺസൾട്ടന്റ് ഓഫ് ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി, ദയ ഹോസ്പിറ്റൽ, തൃശൂർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം, സ്കാൻ റിപ്പോർട്ടിൽ പോളിസിസ്റ്റിക് ഓവറി എന്ന് കാണുമ്പോൾ തോന്നാം, എനിക്ക് PCOD അഥവാ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ഉണ്ടോ എന്ന്. പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറയുന്നത് ഹോർമോണിന്റെ അസന്തുലിതാവസ്ഥ കാരണമുള്ള ഒരവസ്ഥയാണ്. ഈ അവസ്ഥയിൽ 3 കാര്യങ്ങൾ കാണാം. ഒന്ന്, ആർത്തവം ക്രമം തെറ്റി വരിക, ദീർഘ ഇടവേളകളിൽ വരാം, ബ്ലീഡിങ് കൂടുതലായി വരാം. ചിലർക്ക് ഇതോടൊപ്പം തന്നെ ശരീരത്തിൽ പുരുഷ ഹോർമോൺ കൂടുതലായിട്ടുള്ളതിനാൽ പുരുഷന് സമാനമായ രോമ വളർച്ച ഉണ്ടാകാം. സാധാരണ മേൽചുണ്ട്, താടി, മുഖത്തിന്റെ 2 വശം, അടിവയറ്, തുടയുടെ ഉൾഭാഗം, നെഞ്ച്, പിൻഭാഗം എന്നിവിടങ്ങളിൽ കാണാം. ഇങ്ങനെയുള്ളവരിൽ സ്കാൻ ചെയ്യുമ്പോൾ പോളിസിസ്റ്റിക് ഓവറി കാണാൻ സാധിക്കും. ഈ പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്നത് അണ്ഡാശയത്തിൽ നിന്ന് അണ്ഡോൽപാദനം കൃത്യമായി നടക്കാത്തതിനാൽ ഓവറിയിൽ ചെറിയ ചെറിയ ഏതാണ്ട് 20ഓളം കുമിളകൾ കാണുന്നതാണ്. ഇതിൽ 2 കാര്യമെങ്കിലും ഉണ്ടെങ്കിലേ നമ്മൾ ആ ആൾക്ക് പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് അഥവാ PCOD ഉണ്ട് എന്ന് പറയാൻ കഴിയുള്ളൂ. ഈ ഹോർമോണിന്റെ അസന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് അണ്ഡാശയത്തിൽ നിന്ന് ക്രമം തെറ്റി അണ്ഡോൽപാദനം നടത്തുന്നതിനാൽ ഈസ്ട്രജന്റെ അളവ് കൂടുതലും പ്രൊജസ്ട്രോണിന്റെ അഭാവവും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അണ്ഡാശയത്തിൽ നിന്ന് പുരുഷ ഹോർമോണുകളും കൂടുതലായി ഉൽപ്പാദിക്കപ്പെടുന്നു. ഇതുമൂലം ഇവർക്ക് വന്ധ്യത വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒട്ടുമിക്ക PCOD ഉള്ളവർക്കും അമിതവണ്ണം കാണാം, അഥവാ ഒബിസിറ്റി കാണാം. ഒബിസിറ്റി മൂലം തന്നെ പല പ്രശ്നങ്ങളും കാണാൻ സാധിക്കും. ഇവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന അവസ്ഥ ഉണ്ടാകുന്നു. ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, പക്ഷെ അത് ഷുഗർ കുറയാൻ കാരണമാക്കുന്നില്ല. കാരണം ഇൻസുലിൻ കൂടുതലായി ഇവരിൽ ഉണ്ടാവുന്നുണ്ട്, അതിന്റെ പ്രവർത്തനം ശരിയായി നടക്കുന്നില്ല. ഇവർക്ക് ഭാവിയിൽ ഡയബറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇവർക്ക് മെറ്റബോളിക് സിൻഡ്രോം എന്ന ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മെറ്റബോളിക് സിൻഡ്രോമിൽ സാധാരണ പ്രഷർ, പ്രമേഹം, ചിലർക്ക് പിത്താശയത്തിൽ കല്ല് വരാനുള്ള സാധ്യതയുണ്ട്. ഈ പ്രഷറും പ്രമേഹം മൂലം ഇവർക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, സ്ട്രോക്ക് ഇവ വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ടാണ് ഈ PCOD വരുന്നതെന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ ജനറ്റിക്കൽ കാരണങ്ങളാകാം, പാരമ്പര്യമാകാം, അമ്മയ്ക്ക് സഹോദരങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ വരാം. ചിലർക്ക് ഈ എൻവയോൺമെന്റിൽ നമ്മുടെ പരിസ്ഥിതിയിലെ പല ടോക്സിൻസിനോടും നമ്മൾ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്, അതായത് ജോലി സംബന്ധമായിട്ട് ഒക്കെ. അപ്പൊ ഇതൊരു കാരണമാകാം. പിന്നെ സ്ട്രെസ് ഒരു പരിധിവരെ കാരണമാകുന്നുണ്ട്. പിന്നെ നമ്മുടെ ജീവിത ശൈലി തന്നെ, അതുകൊണ്ട് ഇതിനെ ഒരു ജീവിതശൈലി രോഗമെന്നും പറയാം. കാരണം നമ്മൾ ഓവർ ഈറ്റിംഗ്, അമിതമായി ഭക്ഷണം കഴിക്കുക, അത് ഒരു ചിട്ടയില്ലാത്ത ആഹാര രീതി, വ്യായാമമില്ലായ്മ, ഇതൊക്കെ ഈ അസുഖം വരാനായിട്ട് ഒരു കാരണമാണ്. അപ്പൊ ഇതിന്റെ ചികിത്സ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു 50% PCOD ഉള്ളവർക്ക് ജീവിതശൈലി കൊണ്ട് തന്നെ ഈ അസുഖത്തെ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റും. അതായത് ഭക്ഷണ രീതി നമ്മൾ നിയന്ത്രിക്കണം. അതായത് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ഇവയുടെ എത്രത്തോളം എടുക്കുന്നു എന്നുള്ളത് കുറയ്ക്കണം. അതായത് ലോ കാർബോഹൈഡ്രേറ്റ്, ലോ ഫാറ്റ് ഡയറ്റ്. ഇതോടൊപ്പം ഭക്ഷണത്തിൽ കൂടുതൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂട്ടണം. പിന്നെ നമ്മൾ നാരുള്ള ഭക്ഷണം കഴിക്കണം. അത്യാവശ്യത്തിന് പ്രോട്ടീൻ എടുക്കേണ്ടത് ആവശ്യമാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ വ്യായാമം ചെയ്യണം. വ്യായാമം ചെയ്താൽ മാത്രമേ ശരീരത്തിലുള്ള കൊഴുപ്പ് ഉരുകിപ്പോവുള്ളൂ.
അപ്പൊ ഏത് തരം വ്യായാമം, എത്ര സമയം എന്ന് ചോദിച്ചാല്, ഒരു ദിവസം ഒരു 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യണം. അതൊരു 5 ദിവസമെങ്കിലും ചെയ്യണം. അതായത് 150 മിനിറ്റോളം നമ്മൾ ഒരാഴ്ചയിൽ വ്യായാമം ചെയ്യണം. എങ്ങനെയുള്ള വ്യായാമം എന്ന് ചോദിച്ചാല്, നമ്മള് നടത്തം, ബ്രിസ്ക് വാക്കിംഗ്, സ്വിമ്മിങ്, ജോഗിങ്, സ്കിപ്പിംഗ് ഇതുപോലുള്ളത്. അതുപോലെ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാം, യോഗ ചെയ്യണം. അത് 1, 2 ദിവസമൊക്കെ ചെയ്യാം. പിന്നെ വെയിറ്റ് ബെയർ ചെയ്യണം, മസിൽ സ്ട്രെങ്ത്, ബോൺ സ്ട്രെങ്ത് കൂട്ടണം. അതുപോലെ തന്നെ കാൽഷ്യം കൂടുതൽ കഴിക്കണം. കാൽഷ്യമുള്ള ഭക്ഷണം കഴിക്കേണ്ടതാണ്. പാലുൽപ്പന്നങ്ങളൊക്കെ കഴിക്കാം. ഇതോടൊപ്പം തന്നെ നമ്മൾ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാല്, ഒരു 6 മാസം കൊണ്ട് തന്നെ വെയിറ്റ് കുറഞ്ഞാല് നമുക്ക് ഈ മെൻസസ് റെഗുലർ ആകാം, ഈ രോമ വളർച്ച കുറയാം. അതേപോലെ തന്നെ ചിലർക്ക് ഗർഭധാരണവും നടക്കാറുണ്ട്. ഗർഭധാരണത്തിന് ചികിത്സ എടുക്കുന്നവർ മരുന്നുകളോട് കൂടുതൽ പ്രതികരിക്കും. പ്രഷർ, ഷുഗർ വരാനുള്ള സാധ്യത കുറയുന്നുണ്ട്. അഥവാ പ്രഷർ, ഷുഗറിന് മരുന്ന് കഴിക്കുന്നവർക്ക് അതിന്റെ ഡോസ് കുറയ്ക്കാം. എത്ര മരുന്ന് കൊടുക്കുന്നെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് ഡ്രഗ്സ് കുറയ്ക്കാൻ പറ്റും. ചുരുക്കം പറഞ്ഞാല്, ഇതൊന്നും സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആർത്തവം കൃത്യമാക്കാന്, ഈ ഹെയർ അല്ലെങ്കിൽ മുഖക്കുരു കുറയ്ക്കാന് ഒക്കെ ഉള്ള മരുന്ന് കഴിക്കേണ്ടി വരും. അതേപോലെ വന്ധ്യതയ്ക്കും ചികിത്സ തേടേണ്ടി വരും. ഈ ആർത്തവം കഴിഞ്ഞ സ്ത്രീകളില് ഈ PCOD ഉള്ളവർക്ക് ഈ മെറ്റബോളിക് സിൻഡ്രോം മൂലവും അമിതവണ്ണം മൂലവും ഗർഭാശയ ക്യാൻസർ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ചുരുക്കം പറഞ്ഞാൽ, ഇത് കൗമാരപ്രായക്കാരിലും ചെറുപ്പക്കാരിലും പ്രായമാകാൻ ആയിക്കൊണ്ടിരിക്കുന്നവരിലും ഈ PCOD എന്ന അസുഖം ബുദ്ധിമുട്ടുണ്ടാക്കാം. പക്ഷെ ജീവിതശൈലി മൂലം നമുക്കിതിനെ നിയന്ത്രിക്കാൻ പറ്റും. നന്ദി, നമസ്കാരം.